നമസ്കാരം. പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും പല കഥകളും നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നേക്കാളധികം ഇപ്പോൾ അത് പറയുന്നത് സ്വപ്ന സുരേഷാണ്. സ്വപ്ന സുരേഷ് പറയുന്നതിന് കാരണം സ്വപ്ന സുരേഷിനോട് നേരിട്ട് പിണറായി വിജയൻ ഇത്തരം തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിയും. അവർക്ക് നേരിട്ട് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ശിവശങ്കറിനെ ഏൽപ്പിച്ച ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണ്ണക്കളകൾ നടത്താൻ അവരെ ഏൽപ്പിച്ചത്. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസ് വഴി അവർ പിണറായി വിജയന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ അവരെ ജോലിക്ക് നിയമിക്കുന്നു. അവർ നേരത്തെ വിദേശത്ത് UAE കോൺസുലേറ്റിലെ ജീവനക്കാരിയായിരുന്നു. അവരുടെ എല്ലാ ബന്ധങ്ങളും മനസ്സിലാക്കി, അവർ ഇതിനൊക്കെ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അവരെ നിർബന്ധപൂർവ്വം ഇവിടെ ജോലിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെവിടെ എത്തിക്കുകയായിരുന്നു. എന്നിട്ട് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ വഴി അവരെ പിണറായി വിജയന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ ജോലിയാക്കി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഗവൺമെന്റ് സർവീസിലെ ആളാണെന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെ അവരേക്ക് എല്ലാ വാഹനം കൊടുക്കുന്നു. ഗവൺമെന്റ് സർക്കാരിന്റെ കേരള സർക്കാർ എന്ന് പറയുന്ന വാഹനം കൊടുക്കുന്നു. എല്ലാ അംഗീകാരം കൊടുത്തിട്ടാണ് അവർ നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കടത്ത് നടത്താനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും പിണറായി വിജയൻ ഏൽപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറയുന്നത്, ഗവൺമെന്റ് പറയുന്നത് കേൾക്കുക, പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് യഥാർത്ഥത്തിൽ സ്വപ്ന സുരേഷ് നിർവഹിച്ചിട്ടുള്ളത്. ആ സ്വപ്ന സുരേഷിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ അവർ വിളിച്ചു പറയുകയാണ്. ആ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഉടുപ്പുള്ള മനുഷ്യനാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? പ്രതിപക്ഷ സ്ഥാനവും രാഷ്ട്രീയവും ഒക്കെ ഉപേക്ഷിച്ച് സ്ഥലം വിടും. എന്നാൽ ഇതൊന്നും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല എന്ന് പറഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തി ജീവിതത്തിൽ വിജയിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരാൾക്ക് തട്ടിപ്പ് നടത്തി വെട്ടിപ്പ് നടത്തി മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിജയിച്ചു വരാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുള്ള മഹനീയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പിണറായി വിജയൻ. എന്തായാലും കഴിഞ്ഞ 28 വർഷമായി, അതായത് 1998 VS അച്യുതാനന്ദന്റെ സഹായത്തോടെ അദ്ദേഹം ചടയം ഗോവിന്ദൻ മരിച്ച ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുകയും പിന്നീട് 2016 മുഖ്യമന്ത്രിയാവുകയും 2026 പ്രതിപക്ഷ നേതാവുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ പാഠ്യമാക്കേണ്ടതാണ് എന്നുള്ളത് നിർബന്ധമാണ്. കായംകുളം കൊച്ചണ്ണി എന്നൊക്കെ പറയുന്നതൊക്കെ ഒന്നുമല്ല. നമ്മൾ കായംകുളം കൊച്ചണ്ണി കേരളത്തിലെ ഏറ്റവും വലിയ കള്ളൻ എന്നൊക്കെയാണ് കേട്ടതെങ്കിൽ ഇത് അന്താരാഷ്ട്ര ലെവലിൽ ഉള്ള ഒരു കള്ളൻ ആണ് പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന സംഭവ പരമ്പരകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വിവരം കേൾക്കുന്നത് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് അടിയന്തരമായി പോകാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ മകൻ അബുദാബിയിലാണ്. അബുദാബിയിലേക്ക് ഇവിടുന്ന് യാത്ര പോവുകയും പിന്നീട് അമേരിക്കയിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ അദ്ദേഹം നടത്താൻ പോകുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും അതേപോലെ പേരക്കുട്ടിയും അടങ്ങുന്ന ഒരു ഇവിടെ നിന്നുള്ള കുടുംബസമേതം ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. എന്തിനാണെന്ന് വെച്ചാൽ അസുഖമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകുന്നത്. നമുക്കറിയാം, മയാമി ക്ലിനിക്കിലാണ് അദ്ദേഹം ട്രീറ്റ്മെന്റ് തേടുന്നത് എന്നുള്ളതാണ് സത്യം. അതൊരു ചെറിയ ഒരു ദിവസം 2 ദിവസത്തെ പ്രോഗ്രാം മാത്രമാണ് അവിടെ ഉള്ളതെങ്കിൽ ബാക്കി അദ്ദേഹത്തിന്റെ യാത്ര, അദ്ദേഹം തട്ടിപ്പ് നടത്തി വെട്ടിപ്പിടിച്ചിട്ടുള്ള കള്ളപ്പണം, തട്ടിപ്പ് പണം എല്ലാം വിദേശത്ത് പല സ്ഥലങ്ങളിലായി സുരക്ഷിതമായി ആയിട്ടാണ് എത്തിച്ചിട്ടുള്ളത്. അതിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ഇപ്പൊ മകനാണ് എന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലടക്കം ഇല്ലീഗൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന പിണറായി വിജയന്റെ മകൾക്ക് അവിടെ ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ എല്ലാം ഈ അടുത്ത കാലത്താണ് ഷോൺ ജോർജ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഷോൺ ജോർജ് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പെറ്റീഷനും കൊടുത്തിരുന്നു എൻഫോഴ്സ്മെന്റിന്. അത് പ്രകാരം കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന്റെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുമ്പ് പിണറായി വിജയൻ തന്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി സിംഗപ്പൂർ എന്ന പേരിലാണ് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നത്. അവിടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, സ്ഥാപനം ഉണ്ടായിരുന്നു. അത് ലാവ്ലിൻ തട്ടിപ്പ് നടത്തിയ സന്ദർഭത്തിൽ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വരേണ്ട 75 കോടി രൂപ അവിടേക്കാണ് വന്നത്. ഈ 75 കോടി രൂപ നേരിട്ട് മലബാർ ക്യാൻസർ സെന്ററിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതിന് പകരം നേരിട്ട് ഈ അക്കൗണ്ടിലേക്ക് വരുന്നതിന് SNC ലാവ്ലിൻ കമ്പനിയെ കൊണ്ട് കനേഡിയൻ ഗവൺമെന്റ് മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വരേണ്ട പണം അങ്ങോട്ട് അയപ്പിക്കുകയായിരുന്നു. ഇതിന്റെ രേഖകളാണ് ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് മുഹമ്മദ് റിയാസ് തട്ടിക്കൊണ്ടുപോയത്.
പിന്നീട് ഈ സ്ഥാപനം തന്നെ നിർത്തുകയും ഈ പണം എവിടേക്ക് അയച്ചു? പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന ദിലീപ് രാഹുൽ എന്ന് പറയുന്ന പിടികെട്ടാപ്പള്ളിയായ ഒരു ആളുടെ അക്കൗണ്ടിൽ അയച്ചു. അയാളായിരുന്നു ആക്ച്വലി മലയാളിയായ ദിലീപ് രാഹുലൻ മുമ്പ് പിണറായി വിജയന് 2 കോടി രൂപ കൊടുത്താണ് പിണറായി വിജയനെ വശീകരിച്ച് വീഴ്ത്തിയത്. 1996 ഇലക്ഷനിൽ മെയ് മാസത്തിലാണ് കണ്ണൂരിൽ പോയി 2 കോടി രൂപ കൊടുത്തത്. അങ്ങനെയുള്ള ഒരു ബന്ധം വളർന്ന് പിന്നീട് കാർത്തികേയന്റെ കാലത്ത് ഒപ്പിട്ട ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതി ഒരു ധാരണാപത്രം ഉണ്ടാക്കിയിരുന്നു. ആ ധാരണാപത്രം പ്രകാരം സർവീസ് ചെയ്യുന്നതിന്, അതായത് ഇവരെ എല്ലാ തരത്തിലും സർവീസ് ചെയ്യുന്നതിന് വേണ്ടി 24 കോടി രൂപയ്ക്കാണ് കരാറുണ്ടാക്കിയത്. എന്നാൽ സപ്ലൈ കരാർ അടക്കമുള്ളതാക്കി മാറ്റി അത് 278 കോടി രൂപയാക്കി. 100 കോടി രൂപയ്ക്ക് ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ തീർക്കാമെന്ന് ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനത്തെ കൊണ്ട് തീർക്കാമെന്നായിരുന്നു ധാരണ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ധാരണ കാറ്റിൽ പറത്തിയാണ് ലാവ്ലിൻ കമ്പനിക്ക് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പിണറായി വിജയൻ മാറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള ഒരു ഉപകരാറായിരുന്നു മലബാർ ക്യാൻസർ സെന്ററിലേക്ക് 98.3 കോടി രൂപ കനേഡിയൻ ഗവൺമെന്റ് അടക്കമുള്ള സന്നദ്ധ സംഘടനകളും കനേഡിയൻ ഗവൺമെന്റ് അടക്കം 98.3 കോടി രൂപ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് സത്യമായിരുന്നു. പക്ഷേ ഈ പണം പോയത് പിണറായി വിജയന്റെ ഭാര്യയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ്. എന്നാൽ ഇതിനൊക്കെ ഇടനിലക്കാരനായിട്ടുള്ള ആള് എന്ന് പറയുന്നത് SNC ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനായി വന്നത് ദിലീപ് രാഹുലിനാണ്. ദിലീപ് രാഹുലിന്റെ പസഫിക് കൺട്രോൾസ് എന്ന സ്ഥാപനം ദുബായിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവിടെ വെച്ചിട്ടാണ് ചിത്രയുടെ മകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് വില്ലയിൽ വെച്ച് നീന്തൽ കുളത്തിൽ വീണ് മരിക്കുന്നത്. ചിത്രയുടെ മകള് അതൊരു ദുരൂഹ മരണം തന്നെയായിട്ടാണ് അറിയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും അവിടെ വെച്ച് മരിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. അത് ചിത്രയും എല്ലാവരോടും പറഞ്ഞിട്ടുള്ള അംഗീകരിച്ചുള്ള കാര്യമാണ്. അതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഒരു അല്പം മാനസിക തറവുള്ള ഒരു കുട്ടിയായിരുന്നു, മന്ദബുദ്ധിയായ ഒരു കുട്ടിയായിരുന്നു ചിത്രയ്ക്കുണ്ടായിരുന്നത്. വളരെ സ്നേഹിച്ച് ലാളിച്ചു കൊണ്ടുവരുന്ന ഒരു കുട്ടിയായിരുന്നു അത്. പക്ഷെ എന്ത് ചെയ്യാം, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ആ മരണം നടന്നത് എന്ന് ഞാൻ ക്രൈമിനെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, പസഫിക് കൺട്രോൾസ് എന്ന സ്ഥാപനം ദിലീപ് രാഹുലൻ ദുബായിൽ തുടങ്ങുകയും ഇതുപോലെ തട്ടിപ്പിലൂടെ പണമെല്ലാം അവിടെ നിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഈ സന്ദർഭത്തിൽ പിണറായി വിജയന്റെ 75 കോടി രൂപ ഭാര്യയുടെ പേരിൽ അക്കൗണ്ടിലേക്ക് സിംഗപ്പൂരിലേക്ക് വന്ന ഈ പണം ഇവിടെ ഞാൻ പരാതി കൊടുത്തോടുകൂടി എന്ത് ചെയ്തു, ഈ കമ്പനി പൂട്ടി പണവും തിരിച്ചയച്ചു. ഈ തിരിച്ചയച്ചത് നേരെ പസഫിക് കൺട്രോൾസിലേക്കായിരുന്നു. പക്ഷെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ആ സ്ഥാപനത്തിൽ ചെന്ന് ഇറങ്ങുന്ന വീഡിയോ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള പിണറായി വിജയന് ആ 75 കോടി രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് പസഫിക് കൺട്രോൾസിൽ പോയതെങ്കിലും ദിലീപ് രാഹുലിന് എന്ത് ചെയ്തു, പല ക്രിമിനൽ കേസുകളും പെട്ടതുകൊണ്ടുകൂടി പസഫിക് കൺട്രോൾസ് പൂട്ടി അദ്ദേഹം ഓസ്ട്രേലിയക്ക് മുങ്ങി. പിണറായി വിജയൻ ഇന്നേ വരെ ആ പണം കിട്ടിയില്ല. അതായത് കടുവയെ പിടിച്ച കിടുവ എന്ന് പറയുന്ന പോലെ പിണറായി വിജയനെ ദിലീപ് രാഹുലൻ പറ്റിച്ചു. 75 കോടി രൂപ പറ്റിച്ച് അദ്ദേഹം മുങ്ങി എന്നുള്ള കാര്യമാണ് നമ്മളെ മുന്നിലുള്ളത്. ഈ കാര്യം എന്നോട് വിശദമായി പറഞ്ഞു തന്നത് ആരാണെന്ന് അറിയാമോ? എനിക്ക് വിവരം കിട്ടിയ ശേഷം എൻഫോഴ്സ്മെന്റ് എന്നോട് ചോദ്യം ചെയ്തിരുന്നു. ഈ കാര്യത്തിൽ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് പരാതിക്കാരനായ ഒരാളെന്ന രൂപത്തിൽ ഞാനാണ് ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നതെന്നുള്ളതുകൊണ്ടും ഞാനാണ് CBI എൻക്വയറി കൊണ്ടുവന്നതുകൊണ്ട് എന്നെയാണ് സാക്ഷിയാക്കി എടുത്തത്. അപ്പോഴാണ് ആ എൻഫോഴ്സ്മെന്റ് ഓഫീസർ പറഞ്ഞത്, താങ്കൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഈ മലബാർ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി, ആ കമ്പനിയിൽ നിന്ന് 75 കോടി രൂപ പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് താങ്കൾക്ക് അറിയാമായിരുന്നല്ലോ. ആ 75 കോടി രൂപ എങ്ങോട്ട് പോയി എന്നറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അത് തിരിച്ച് പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ദുബായിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ പസഫിക് കൺട്രോൾസിലേക്കാണ് പോയതെന്ന് ആ ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞത്. പസഫിക് കൺട്രോൾസിൽ നിന്ന് ആ പണം തിരിച്ച് പിണറായി വിജയനെ കിട്ടിയില്ല. പിണറായി വിജയനെ പറ്റിച്ച് ആര് മുങ്ങി? ദിലീപ് രാഹുലൻ മുങ്ങി എന്നുള്ളതാണ് സത്യം. എന്തായാലും കേസ് ഇപ്പോൾ വളരെ ഗൗരവമായി സെൻട്രൽ ഗവൺമെന്റ് പിണറായി വിജയനെതിരെ ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ വിദേശത്തേക്ക് മുങ്ങാൻ പോകുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.